ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. RMP നേതാവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 14 വർഷമാവുകയാണ്. യാദൃശ്ചികതയാണ്, തികച്ചും യാദൃശ്ചികതയാണ് ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപനം മെയ് 4 വരുന്നു എന്നത്. 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ കൊലക്കത്തിക്ക് ഇരയായത്. അക്രമ രാഷ്ട്രീയം ഇല്ലാതാകേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് TPയുടെ ഓരോ ഓർമ്മ ദിനവും. കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ TP ചന്ദ്രശേഖരന്റെ വധം. 2012 മെയ് 4 ഇന്നോവ കാറിലെത്തിയ അക്രമി സംഘം വടകര വള്ളിക്കാട് ജംഗ്ഷനിൽ വെച്ച് TPയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. CPIM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അന്ന് ചന്ദ്രശേഖരൻ. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹമുണ്ടായി. 2009 പാർട്ടി വിട്ടു. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. വോട്ടെണ്ണൽ ആരംഭിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ വടകരയിൽ ജനവിധി തനിക്ക് അനുകൂലമാകുമെന്ന് UDF സ്ഥാനാർത്ഥി KK രമ പറയുന്നു. ഒപ്പം TP ചന്ദ്രശേഖരനെ ശാരീരികമായി ഇല്ലാതാക്കിയവർക്ക് വടകരയിലെ വോട്ടർമാർ ഇന്ന് ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നും TP രമ പറയുന്നു. ഇത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് എന്നാണ് അവരുടെ പ്രതികരണം. വടകരയിലെ ഓരോ വോട്ടും ആക്രമ രാഷ്ട്രീയത്തിന് എതിരായുള്ള വികാരമാണെന്നും രമ പറയുന്നു. മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിക്കുന്നത്. RMP UDF സഖ്യം വലിയ മുന്നേറ്റം നടത്തുമെന്നും ജനവിധി അഴിമതിക്കും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ വലിയ താക്കീതായിരിക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന വടകരയിലെ പോരാട്ടത്തിൽ KK രമയുടെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കമെന്ന് CPIMന് നഷ്ടപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചന്ദ്രശേഖരൻ 23,000 വോട്ട് നേടിയതും CPIMനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ CPIM ആണെന്ന ആരോപണം ശക്തിപ്പെടാൻ ഇടയാക്കിയത് അതൊക്കെയായിരുന്നു. കൊലപാതകത്തിൽ 3 CPIM നേതാക്കൾ 12 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് CPI ആവർത്തിക്കുമ്പോഴും TPയുടെ ഭാര്യ KK രമ UDF പിന്തുണയോടെ RMP സ്ഥാനാർത്ഥി വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് CPIMനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെയുള്ള വിധിയെഴുത്താണ്. എന്തായാലും രാഷ്ട്രീയ കേരളം ഇന്ന് TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന് 14 വർഷം തികയുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിന് കാരണക്കാരായവരെ പടിയിറക്കാനാകുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ TP ചന്ദ്രശേഖരനുള്ള ഒരു മറുപടി, TP ചന്ദ്രശേഖരന്റെ വധത്തിനുള്ള ഒരു മറുപടി കൂടിയായി ഈ മെയ് 4 മാറുമോ എന്നറിയാനാണ് കേരളം ഉറ്റുനോക്കുന്നത്. UDF മടങ്ങി വരുമോ, വീണ്ടും ഒരു 3ാം ഭരണവുമായി പിണറായി മടങ്ങി വരുമോ എന്ന ആകാംക്ഷയുള്ള ചോദ്യവുമായി അതിനുള്ള ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക് കർമാസ്.